പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലമിൽ അതിൻ്റെ 44-45 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അതിപ്രകാരമാണ്. അല്ലാഹു പറയുകയാണ്, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, എന്നെയും ഈ ഖുർആനിനെ വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവനറിയാത്ത രൂപത്തിൽ ഞാൻ അവനെ പിടികൂടുകയും എന്നിട്ട് ഞാൻ അവനെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വ ഉംലീ ലഹും, ഞാൻ അവന് തുറന്നു കൊടുക്കുന്നതാണ്, ഇളവിങ്ങനെ നൽകുന്നതാണ്. ഇന്ന കൈദീ മതീൻ, എൻ്റെ തന്ത്രം അത് ബലവത്തായത് തന്നെയാണ്, ശക്തമായത് തന്നെയാണ്. ഈ 2 ആയത്തുകൾ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആഴ്ചകളോളം മാസങ്ങളോളം ക്ലാസ് എടുക്കാറുണ്ട്, ഗ്രന്ഥങ്ങൾ രചിക്കാറുണ്ട്. ഇസ്തിദ്റാജ് എന്നാണ് പറയുക. ഇസ്തിദ്റാജ്, അള്ളാഹുവിൻ്റെ പിടികൂടൽ. പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വരുമ്പോൾ, ഇതുവരെ അല്ലാത്തൊരു വളർച്ച നമ്മുടെ കച്ചവടത്തിൽ വരിക, ജോലിയിൽ പെട്ടെന്ന് കയറ്റമുണ്ടാകുക, ആരോഗ്യം കൂടുക, സൗന്ദര്യം കൂടുക, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. പറയാൻ വരട്ടെ, അള്ളാഹുവിൻ്റെ നിഅമത്തല്ലാതെ മറ്റൊരു രീതിയിലും ഇത്തരത്തിലുള്ള കാര്യം അള്ളാഹു കൊടുക്കും. ഇസ്തിദ്റാജ് എന്നാണ് അതിന് പറയുക. ശരിക്കും ഓർത്തു വെച്ചു ആ പേര്, ഇസ്തിദ്റാജ്. അള്ളാഹുവിൻ്റെ പിടികൂടലാണത്. പുഴയിൽ ഒരു ഇര കാണുമ്പോൾ മീനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ്. മീനിനതൊരു വലിയ അനുഭൂതിയും ആനന്ദവും ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷേ ആ ഇരയുടെ അപ്പുറത്തേക്ക് അതിൻ്റെ മരണത്തിന് കാരണമാകുന്ന ഒരു നൂല് അതിൻ്റെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ടെന്നും മീനിനറിയില്ല. ആ ഒരു അനുഭൂതി അത് അനുഭവിക്കുന്നതോടുകൂടി അത് പകരം കൊടുക്കുന്നത് എന്താണ്? അതിൻ്റെ ജീവൻ തന്നെയാണ്. അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ അവിടെയും ഇവിടെയും ചൂണ്ടകൾ ഉണ്ടാകും. ആ ചൂണ്ടകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടുകയാണ് ചെയ്യുക, അവന് ശിക്ഷ നൽകുകയാണ് ചെയ്യുക. ഈ അവസാനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ പ്രകൃതി ദുരന്തം അതിന് ഏറ്റവും നല്ല അടയാളമാണെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ അമിതമായി സന്തോഷിക്കരുത് നമ്മൾ. നിങ്ങൾ നോക്ക്, ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നതിൽ 2 ഇരട്ടി മഴയാണ് കിട്ടിയത്. ആ മഴ കാരണമായി അവിടെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വെജിറ്റേഷൻസ് വളർന്നു, ചെടികൾ വളർന്നു, മരങ്ങൾ വളർന്നു. അവരാനന്ദിച്ചു, സന്തോഷിച്ചു. അവരുടെ സമ്പൽഘടന കൂടുതൽ സുശക്തമാകുമെന്ന് അവരാഗ്രഹിച്ചു. അവരാ പച്ചപ്പ് കൊണ്ട് കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് അവരാഗ്രഹിച്ചു. പക്ഷെ സംഭവിച്ചത് എന്താണ്? അതൊരു ഇസ്തിദ്റാജായിരുന്നു. പിന്നീട് ശക്തമായ വേനൽക്കാലം വന്നു. ആ വേനൽക്കാലത്ത് പുതുതായി ഉണ്ടായി വെജിറ്റേഷൻസ് മുഴുവൻ ഉണങ്ങിക്കരിഞ്ഞു. കാട്ടുതീ ഉണ്ടായി. മുമ്പൊരിക്കലുമില്ലാത്ത വിധം അതിഭീകരവും ഭയാനകവുമായ കാട്ടുതീ പടരുന്നതിന് ഈ പറയുന്ന പുതുതായി ഉണ്ടായ വെജിറ്റേഷൻസ് കാരണമായി, അത് ഉണങ്ങിയത് കാരണമായി എന്നാണ് ഇന്ന് മീഡിയകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തുടക്കത്തിൽ അവരിതിങ്ങനെ കാണുമ്പോൾ, ഇതിങ്ങനെ വളർന്നിട്ട് കാണുമ്പോൾ അവരെന്താ വിചാരിച്ചത്? ഞങ്ങളുടെ അനുഗ്രഹം, ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹം. ഇത് ഒന്നാമത്തെ സംഭവം നമ്മൾ വിചാരിക്കരുത്. ചരിത്രത്തിൽ ഇതിന്റെ ആവർത്തനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം ആദ് ഗോത്രം, മനുഷ്യന്റെ ചരിത്രത്തിൽ ഏറ്റവും ശക്തരായ വർഗമാണ് ആദ് ഗോത്രം. ഈ ആദ് ഗോത്രം ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചു, അനുസരിച്ചില്ല, അഹങ്കാരത്തോടെ നടന്നു. ഹൂദേ, നീ പറയുന്നത് സത്യമാണെങ്കിൽ നീ പറഞ്ഞ ശിക്ഷ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിച്ചു അള്ളാഹുവിനെ. അള്ളാഹു മറുപടി കൊടുത്തു. ആദ്യം മറുപടി കൊടുത്തത് ശക്തമായ ക്ഷാമം കൊടുത്തിട്ടാണ്. ആ നാട്ടിൽ മുഴുവൻ വറ്റി വരണ്ടു. ആ നാട്ടിലുള്ള കൃഷികൾ മുഴുവൻ ഉണങ്ങിക്കരിഞ്ഞു. കന്നുകാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. അവസാനം ആ ക്ഷാമത്തിന്റെ ഒടുവിൽ സുന്ദരമായ മഴമേഘങ്ങൾ ഈ പറയുന്ന ആദ് സമുദായത്തിന്റെ വാദികളുടെ മുകളിൽ വന്നു നിറഞ്ഞു. ഈ ഒരു സംഭവം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്ഖാഫിലൂടെ പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ, ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലൂ ഹാദാ ആരിദുൻ മുംതിറുനാ ബൽ ഹുവ മുസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം. ആ മഴമേഘങ്ങൾ കണ്ടപ്പോ അവര് പറഞ്ഞു, ഇത് ഞങ്ങൾക്കിതാ മഴ വർഷിപ്പിച്ചു തരാൻ പോകുകയാണ്. ഞങ്ങളുടെ ഉണങ്ങിക്കരിഞ്ഞ കൃഷിയിടങ്ങളെല്ലാം പച്ചപ്പണിയാൻ പോകുകയാണ്. ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുതുജീവൻ വരാൻ പോകുകയാണ്.
ഞങ്ങളുടെ കഷ്ടപ്പാടിതാ അവസാനിക്കുകയാണെന്ന് അവരതാ പറയുകയാണ്. ബൽ ഹുവ മുസ്തഅജൽതും ബിഹി റീഹും ഫീഹാ അദാബുൻ അലീം. അവരുദ്ദേശിച്ചതുപോലെ അവർക്ക് മഴയും കൊണ്ടുവന്ന മേഘമായിരുന്നില്ല, അത് മറിച്ച് വേദനാജനകമായ അള്ളാഹുവിന്റെ അദാബും വഹിച്ചു കൊണ്ടുവന്ന മേഘങ്ങളായിരുന്നു അതെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വതമാനിയത അയ്യാം. 7 രാത്രികളും 8 പകലുകളും തുടർച്ചയായി ആദ്യഗോത്രത്തിന്റെ പ്രദേശത്ത് അടിച്ചു വീശിയ കാറ്റിലൂടെ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. ഭീമാകാരമായ കായബലമുള്ള ആജാനുബാഹുക്കളായ മനുഷ്യർ അവരുടെ വീടുകളുടെ അകത്തളങ്ങളിലും പുറത്തും ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്, ചത്തു മലച്ചു കിടക്കുകയാണ്. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അവരുടെ വല്ല അവശേഷിപ്പും റസൂലേ അങ്ങ് കാണുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ മഴമേഘങ്ങൾ കണ്ടപ്പോ ഈ പറയുന്ന ലോസ് ആഞ്ചലസിലെ പച്ചപ്പ് കണ്ട് സന്തോഷിച്ചതുപോലെ തന്നെ ആ കാർമേഘങ്ങൾ മഴമേഘങ്ങൾ കണ്ടപ്പോ ആദ്യ സമുദായവും സന്തോഷിച്ചു. പക്ഷെ അത് ഇസ്തിദറാജായിരുന്നു, അള്ളാഹുവിന്റെ പിടികൂടലായിരുന്നു. അവിടെയും അവസാനിച്ചില്ല. സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു ദഅവത്ത് തുടങ്ങിയപ്പോ, ഞങ്ങൾക്ക് നീ സത്യവാനാണ്, പ്രവാചകനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു ഒട്ടകത്തെ നീ വരുത്തി കാണിക്കണമെന്ന് സമൂദ് ഗോത്രം ഡിമാൻഡ് വെച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു പ്രാർത്ഥിച്ചു. അള്ളാഹു അതിന് മറുപടി കൊടുത്തു. അവരാഗ്രഹിച്ചതുപോലെ, ഉദ്ദേശിച്ചതുപോലെ, വെല്ലുവിളിച്ചതുപോലെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒട്ടകം പുറത്തേക്ക് വന്നു. പക്ഷേ അത് അവർക്കുള്ള അനുഗ്രഹമായിരുന്നില്ല, ഇസ്തിദറാജായിരുന്നു, അള്ളാഹുവിന്റെ പിടികൂടലായിരുന്നു. ആ ഒട്ടകം തന്നെയാണ് അവരുടെ നാശത്തിന് കാരണമായത്. അള്ളാഹുവിന്റെ ഭയാനകമായ അദാബ്, മനുഷ്യചരിത്രത്തിൽ ആദ്യമായി ശബ്ദം കൊണ്ടുള്ള അദാബ് കടന്നു വരുന്നത് സമൂദ് ഗോത്രം ഈ ഒട്ടകത്തെ അറുത്തതു കാരണമാണ്. ഇസ്തിദറാജായിരുന്നു അത്. അവിടെയും തീർന്നില്ല പ്രിയപ്പെട്ടവരെ. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത സ്വവർഗാനുരാഗികളായിരുന്നു. ആ നാട്ടിലൂടെ ഏത് പുരുഷന്മാര് കടന്നുപോയാലും അവരെ ബലാത്സംഗം ചെയ്യുന്നവരായിരുന്നു സദൂം ഗോത്രത്തിലെ പുരുഷന്മാരെ ശല്യം ചെയ്യുന്നവർ, ആണുങ്ങളെ ശല്യം ചെയ്യുന്നവർ. അവരിലേക്കാണ് 3 മലക്കുകൾ വരുന്നത്. അവരെങ്ങനെയാണ് വന്നത്? സുന്ദരന്മാരായ രൂപത്തിലാണ് വന്നത്. ഈ പറയുന്ന ഞരമ്പ് രോഗികൾക്ക് അങ്ങേയറ്റം ആകർഷണം ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ വന്നിട്ടുള്ളത്. അവർ വിചാരിച്ചു അവർക്ക് കിട്ടിയ വലിയ ഭാഗ്യമായിരിക്കുമതെന്ന്, അവർക്ക് കിട്ടിയ വലിയ ഒരു സൗഭാഗ്യമാണതെന്ന് വിചാരിച്ച് അവരതാ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കലവില കൂട്ടുകയാണ്. പക്ഷേ അതൊരു സൗഭാഗ്യമായിരുന്നില്ല, അവരുദ്ദേശിച്ചതുപോലെ ഒരു ഭാഗ്യമായിരുന്നില്ല, മറിച്ച് ഇസ്തിദറാജായിരുന്നു. ആ 3 മലക്കുകളെ കൊണ്ടാണ് സദൂം ഗോത്രത്തിന്റെ പ്രദേശം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞത്, മുച്ചൂടുമില്ലാതെയാക്കി കളഞ്ഞത്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വലിയ അനുഗ്രഹമാണെന്ന് തോന്നുന്ന സംഗതികൾ ഒരിക്കലും അനുഗ്രഹമായിക്കൊള്ളണമെന്നില്ല. അത് അള്ളാഹുവിന്റെ പിടികൂടലാവാം, അള്ളാഹുവിന്റെ ശിക്ഷയുടെ തുടക്കമാകാം. ആയത്തിന്റെ തൊട്ടുപുറത്ത് അള്ളാഹു പറഞ്ഞു നോക്കുക, ഉംലീലഹും, ഞാൻ അങ്ങനെ അവരെ അയച്ചുവിടും. അവർ വിചാരിക്കും എല്ലാറ്റിന്റെയും വാതിൽ തുറന്നു കൊടുക്കും, തൊട്ടതെല്ലാം പൊന്നായിരിക്കും, ഭയങ്കര ഉയർച്ചയായിരിക്കും, ആളുകൾ ബഹുമാനിക്കുന്നു, കച്ചവടങ്ങൾ കൂടുന്നു, പിന്നെ കുടുംബത്തിലേക്ക് കല്യാണാലോചനകൾ വരുന്നു, ആളുകൾ എല്ലാ പരിപാടികൾക്കും ക്ഷണിക്കുന്നു. ഇവനിങ്ങനെ എല്ലാ സംഗതികളും ഒത്തു എന്ന് ഇവനിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് എന്റെ തന്ത്രം എന്ന് പറയുന്നത്, എന്റെ സൂത്രം എന്ന് പറയുന്നത് ശക്തമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിലുള്ള നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ അത് ഇസ്തിദറാജാണോ നിഅമത്താണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ശരിക്കും നമ്മൾ ഇന്ന് ഈ ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, എനിക്ക് എൻ്റെ കച്ചവടത്തിൽ ഉയർച്ചയുണ്ട്, എൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ട്, എൻ്റെ ആരോഗ്യത്തിൽ എനിക്ക് മെച്ചമുണ്ട്, എല്ലാമുണ്ട്. ഇത് ഇസ്തിദറാജാണോ അതല്ല അള്ളാഹുവിൻ്റെ നിഅമത്താണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അതിന് കൃത്യമായൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കുന്നുണ്ടോ അത് നിഅമത്താണ്. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അകലുന്നുണ്ടോ അത് ഇസ്തിദ്റാജാണ്. കച്ചവടം കൂടുമ്പോൾ ബാങ്കുമായി ഇടപെടാൻ തോന്നുന്നുണ്ടോ? ആ അവസരങ്ങളുമായി നിങ്ങൾ ഇണങ്ങി പോകുന്നുണ്ടോ? ഇസ്തിദ്റാജാണ്. കച്ചവടം ഉയരുന്നേന അള്ളാഹുവിനോടുള്ള നന്ദി വർദ്ധിക്കുന്നുണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? കൃത്യമായി ജമാഅത്തിലെത്താൻ കഴിയുന്നുണ്ടോ?
നിഅമത്താണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്ന സൗഭാഗ്യം, ആ സൗഭാഗ്യം കൊണ്ട് നമ്മുടെ അതുവരെ ചെയ്ത ഇബാദത്തുകളിൽ എന്തെങ്കിലും ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിഅമത്താണ്, എന്തെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്തിദ്റാജാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ലോസ് ആഞ്ചലസിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ. കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ നിഅമത്തുകളല്ല, ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെയും അപകടത്തിന്റെയും മുന്നോടിയായിരിക്കാം അത് എന്ന് പ്രിയപ്പെട്ടവരെ കൃത്യമായി മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പാഠം എന്താണ്? ലോസ് ആഞ്ചലസ് നൽകുന്ന രണ്ടാമത്തെ പാഠം പ്രിയപ്പെട്ടവരെ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, മദ്ലൂമിന്റെ പ്രാർത്ഥന, അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല. പടച്ചറബ് പറയുന്നുണ്ട്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു الظാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹി അൽഅബ്സാർ. അക്രമികളായ ആളുകൾ ചെയ്യുന്നതിനെ കുറിച്ച് നിന്റെ റബ്ബ് അശ്രദ്ധനാണെന്ന് വിചാരിച്ചു പോകരുത്. അള്ളാഹു അശ്രദ്ധനാണെന്ന് വിചാരിച്ചു പോകരുത്. അവർക്ക് പടച്ച റബ്ബ് അങ്ങനെ സമയം നീട്ടിക്കൊടുക്കുകയാണ്, കാലാവധി നീട്ടിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ഈ ദുരന്തം നേരിടുന്ന ഈ ഒരു രാജ്യം, ആ ഒരു രാജ്യം ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന ലോകത്തുണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ എത്രമാത്രം വലുതാണ്. ഒന്നും വേണ്ട, 2023 ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയ ഇസ്രായേലി ആക്രമണത്തിന്റെ വിഷയത്തിൽ ഗാസയിലെ പിഞ്ചോമന പൈതങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ അക്രമങ്ങൾക്ക് ഈ രാജ്യം ചെയ്തു കൊടുത്ത ഒത്താശ എത്രമാത്രം വലുതാണ്. 4 തവണയാണ് ഓരോ രാജ്യങ്ങൾ റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പോ, അവിടെ ആക്രമണം നിർത്തണമെന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പോ 4 തവണയാണ് തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് അത് നിർത്തലാക്കിയത്. ഒന്നാമതായി 2023 ഒക്ടോബർ 18 ബ്രസീൽ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു, അത് അമേരിക്ക വീറ്റോ ചെയ്തു. പറ്റൂല, അക്രമം തുടരണം, കുട്ടികളെ കൊല്ലണം, സ്ത്രീകളെ കൊല്ലണം, ആശുപത്രികൾ തകർക്കണം, സ്കൂളുകൾ തകർക്കണം എന്ന് വാശി പിടിച്ച് ബ്രസീലിന്റെ റെസൊല്യൂഷനെ ഒന്നാമതായി തള്ളിക്കളഞ്ഞു. രണ്ടാമത് റഷ്യ കൊണ്ടുവന്നു. 2023 ഒക്ടോബർ മാസം 25-ാം തീയതിയിൽ തന്നെ റഷ്യ കൊണ്ടുവന്നു. അതിനെയും വീറ്റോ പവർ ഉപയോഗിച്ച് ഇല്ലാണ്ടാക്കി കളഞ്ഞു. പിന്നീട് ലോകരാഷ്ട്രങ്ങൾ വല്ലാതെയൊന്നും പ്രതികരിച്ചില്ല. പിന്നീട് പ്രതികരിക്കുന്നത് പ്രിയപ്പെട്ടവരെ 2024 ഒരു വർഷം കഴിയുമ്പോഴാണ്. 2024 നവംബർ 7 പ്രതികരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രമല്ല, UN ആണ്. യുണൈറ്റഡ് നേഷൻസ് തന്നെ അതിന്റെ സമിതി കൃത്യമായ റെസൊല്യൂഷൻ കൊണ്ടുവന്നു. ഈ പറയുന്ന അക്രമങ്ങൾ, ഈ കിരാത താണ്ഡവം നിർത്താൻ വേണ്ടിയിട്ട് അതിനെയും വീറ്റോ പവർ ഉപയോഗിച്ച് ഇല്ലാണ്ടാക്കി. അവസാനം ഇക്കഴിഞ്ഞ നവംബർ 2024 20-ാം തീയതി വീണ്ടും വീറ്റോ ചെയ്തു. UN കൊണ്ടുവന്ന റെസൊല്യൂഷനെ വീണ്ടും വീറ്റോ ചെയ്തു. ആ സമയമാകുമ്പോഴേക്ക് നിങ്ങൾ ആലോചിക്കണം, 17,000 പിഞ്ചുപൈതങ്ങൾ പിടഞ്ഞു മരിച്ചിട്ടുണ്ടായിരുന്നു. 17,000 പിഞ്ചുപൈതങ്ങൾ പിടഞ്ഞു മരിച്ചതിന് ശേഷം UN കൊണ്ടുവന്ന റെസൊല്യൂഷൻ, ഈ അക്രമം നിർത്തണം, ഈ കൊലപാതകം നിർത്തണമെന്ന് പറഞ്ഞ് UN കൊണ്ടുവന്ന റെസൊല്യൂഷൻ, അതിനെയും വീറ്റോ ചെയ്തു. ഈ വീറ്റോ ചെയ്യുന്നത് എന്തിനെയാണ്? കൊല്ലണമെന്ന് പറഞ്ഞിട്ടാണ്. കൊന്ന് സംഹാര താണ്ഡവമാടണം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനുള്ള എല്ലാ അവകാശങ്ങളും ഇസ്രായേലിനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വീറ്റോ ചെയ്യുന്നത്. ഇവർ ഈ അവസാനം ഈ കഴിഞ്ഞ നവംബർ 20 തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ച് റെസൊല്യൂഷൻ ഇല്ലാതെയാക്കുമ്പോൾ 17,000-ത്തിലധികം കുഞ്ഞുങ്ങളാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. പടച്ചോടോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മറക്കൂല. ആരൊക്കെ മറന്നാലും പടച്ച റബ്ബ് മറക്കില്ല. അള്ളാഹുവിന്റെ കിതാബിൽ ഏതൊക്കെ റെക്കോർഡുകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന്, റബ്ബിന്റെ റെക്കോർഡിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഈ കൊലപാതകങ്ങളും കിരാത താണ്ഡവങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ ഹോളിവുഡ് താരങ്ങളിൽ പലരും ഹാഷ്ടാഗ് ഉപയോഗിച്ചു. എന്താണ് ഹാഷ്ടാഗ് എന്നറിയോ? കിൽ ദം ഓൾ. എല്ലാരെയും കൊല്ലുക, ഒരാളെ പോലും ബാക്കിയാക്കരുത്. സ്ത്രീകളെ, കുട്ടികളെ, വൃദ്ധരെ, മതപണ്ഡിതന്മാരെ സകലരെയും കൊന്നുകളയുക. കിൽ ദം ഓൾ എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചു. ആ ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് വിവാദ പുരുഷനായ മനുഷ്യനാണ് ജെയിംസ് വുഡ് എന്ന് പറയുന്ന ഹോളിവുഡ് നടൻ. അയാളെ കൊണ്ട് പടച്ചറബ് കരയിച്ചു. ഈ പറയുന്ന ക്രൂരമായ വാക്കുകൾ പറഞ്ഞ ജെയിംസ് വുഡ് എന്ന് പറയുന്ന അതേ മനുഷ്യൻ, അതേ പിശാച്, അതേ രാക്ഷസൻ മീഡിയക്ക് മുന്നിൽ വന്ന് കരഞ്ഞു, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് വിടില്ല. അള്ളാഹുവിന്റെ കണക്ക് ചോദിക്കൽ ആ രീതിയിലായിരിക്കും. ഇത് നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നറിയോ? ഇത് ഫലസ്തീനിന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മാത്രം വിഷയമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലുള്ള വിഷയമാണ്. നിങ്ങൾ കാരണം ആക്രമിക്കപ്പെട്ടവൻ ഒരുത്തനുണ്ടോ?
പേടിക്കണം അവനെ. അവൻ എത്ര നിസാരനായാലും, എത്ര പാവപ്പെട്ടവനായാലും, എത്ര കൊള്ളരുതാത്തവനായാലും, ആർക്കും വേണ്ടാത്തവനായാലും, അവന്റെ ഒരു പ്രാർത്ഥന, അവന്റെ ഒരു ദുആ, അവന്റെ ഒരു കണ്ണുനീര് ആരും വകവെച്ചിട്ടില്ലെങ്കിലും ആകാശങ്ങളുടെ അധിപനായ അള്ളാഹു വകവെക്കും. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ആ മനുഷ്യന് വേണ്ടി കണക്ക് ചോദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വരും. 3 കാര്യങ്ങളാണ് മനുഷ്യനും അള്ളാഹു നൽകിയ പവിത്രമായ 3 കാര്യങ്ങൾ. ഒന്ന് അവന്റെ സമ്പത്താണ്, അത് അപഹരിച്ച പടച്ചവൻ വിടൂല. 2 അവന്റെ രക്തമാണ്, അന്യായമായി അപഹരിച്ചാൽ പടച്ചറബ് വിടില്ല. 3 അവന്റെ അഭിമാനമാണ്, ആ അഭിമാനത്തെ അന്യായമായി അപഹരിച്ചാൽ പടച്ചറബ് വെറുതെ വരില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഒന്നാമത്തത് രക്തവും സമ്പത്തും പെട്ടെന്നൊന്നും അപഹരിക്കാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അറിയാതെ കൈകടത്തി പോകുന്ന ഒരു രംഗമാണ് നമ്മുടെ സഹോദരന്റെ അഭിമാനം എന്ന് പറയുന്നത്. കുത്തുവാക്കുകളിലൂടെ, അപമാനിക്കലിലൂടെ, ഇകഴ്ത്തലിലൂടെ, അവന്റെ രഹസ്യത്തിലേക്ക് കൈകടത്തുന്നതിലൂടെ നാം അറിയാതെ അവന്റെ അഭിമാനത്തെ അപഹരിക്കുന്നു. അവൻ മദ്ലൂമാണെങ്കിൽ വല്ലാഹി റബ്ബിനെ തന്നെ സത്യം, പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് നമ്മളോട് കണക്ക് ചോദിക്കും. അള്ളാഹു കണക്ക് ചോദിക്കും. ആരും വേണ്ടാത്ത അരികവൽക്കരിക്കപ്പെട്ട ആ മനുഷ്യന്റെ രക്ഷകനായി, അവന്റെ കണക്ക് ചോദിക്കുന്നവനായി അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോസ് ആഞ്ചലസ് നമുക്ക് നൽകുന്ന 2ാമത്തെ പാഠം, ലാ ഹിജാബു ബൈനല്ലാഹി വദ്ദുആഇൽ മദ്ലൂം. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിനും ഇടയിൽ ഒരു മറയുമില്ല കേട്ടോ. അതുകൊണ്ട് ഒരാളെ അപമാനിക്കുമ്പോ പേടിച്ചോളൂ, ഒരാളുടെ അവകാശങ്ങൾ അപഹരിക്കുമ്പോ പേടിച്ചോളൂ, ഒരാൾക്ക് ശാരീരികമായ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുമ്പോ പേടിച്ചോളൂ. നന്നായി പ്രിയപ്പെട്ടവരെ, 3ാമതായി വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സൂറത്തു അറാഫിന്റെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 97, 98, 99 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 3 ആയത്തുകളുണ്ട്. അല്ലാഹു പറയാണ്, അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ആ രാജ്യക്കാര് നിർഭയരാണോ? അവരെങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ശിക്ഷ അവരിലേക്ക് വന്നെത്തുകയില്ല എന്നവർ നിർഭയരാണോ? അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ദുഹം വഹും യൽഅബൂൻ. അവരെങ്ങനെ കളിച്ചുല്ലസിച്ച് ആനന്ദിച്ച് ആർമാദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ അദാബ് അവരിലേക്ക് വരില്ല എന്നവർ നിർഭയരാണോ? അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. എന്റെ അദാബിനെ കുറിച്ച്, എന്റെ ഇടപെടലിനെ കുറിച്ച് അവർ നിർഭയരാണോ? അങ്ങേയറ്റത്തെ നഷ്ടക്കാരല്ലാതെ എന്റെ അദാബിനെ കുറിച്ച്, എന്റെ ഇടപെടലിനെ കുറിച്ച് നിർഭയരായിരിക്കുകയില്ല. മനുഷ്യരെന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടാക്കിയാലും ആ സന്നാഹങ്ങളെല്ലാം അല്ലാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ അടിയറവ് പറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാലിഫോർണിയ സ്റ്റേറ്റ്, യുഎസിലെ കാലിഫോർണിയ സ്റ്റേറ്റ് ഓരോ വർഷവും ഈ പറയുന്ന തീയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, കാട്ടുതീയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി $2.6 ബില്യൺ ചെലവാക്കുന്നത്. 22,000 കോടിയിലധികം രൂപ വരും. 22,000 കോടിയിലധികം രൂപയാണ് ഓരോ വർഷവും കാലിഫോർണിയ ഗവൺമെന്റ് ഈ അഗ്നിയെ തുരത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള സകല സംവിധാനങ്ങളും, ആയിരക്കണക്കിന് AI ക്യാമറകൾ, നൂറുകണക്കിന് സർവൈലൻസ് ഡ്രോൺ ക്യാമറകൾ, ഇൻഫ്രാറെഡ് ക്യാമറകൾ വേറെ 100 കണക്കിന്. ഇതെല്ലാം ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജിംഗ് അടക്കം എവിടെയെങ്കിലും കാട്ടുതീ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയം അവർക്ക് അലേർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. അവിടെയും തീർന്നില്ല, അവിടെയുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഫയർ റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ടാണ്. തീ പിടിക്കാത്ത, തീന് കീഴടക്കാൻ കഴിയാത്ത മെറ്റീരിയൽസ് കൊണ്ടാണ് അവിടെയുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും സംവിധാനങ്ങളും സന്നാഹങ്ങളും മുഴുവൻ. അതിനു പുറമെ വാട്ടർ ബോംബുകൾ, വാട്ടർ ടാങ്ക്, 10,000 ലിറ്റർ വെള്ളം ഒരേ സമയം സ്റ്റോർ ചെയ്ത് തീ പിടിച്ച ഏരിയയിൽ അതുപോലെ കൊണ്ടുപോയി വിന്യസിക്കാൻ കഴിയുന്ന വാട്ടർ ബോംബുകളും ടാങ്കറുകളും സകല സംവിധാനങ്ങളും. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എന്തുണ്ടായി? 2,500 കോടി ഡോളർ, അതായത് 2 ലക്ഷം കോടിയിലധികം നഷ്ടം ഈ സമയത്തേക്ക്, അതിലധികം നഷ്ടം ഈ സമയത്തേക്ക് ഈ പറയുന്ന ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലായിട്ട് ഉണ്ടായി. ഈ പറയുന്ന ഫയർ റെസിസ്റ്റന്റ് ബിൽഡിംഗ് മെറ്റീരിയലുകളും കോഡുകളും ഉപയോഗിച്ചുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ കത്തിയമർന്നു.
40,000-ത്തിലധികം ഏക്കറുകൾ മുഴുവൻ കത്തി നശിച്ചു, ചാമ്പലായി, നാമാവശേഷമായി. മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങളെല്ലാം റബ്ബിന്റെ മുന്നിൽ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ, വലിയ ആർഭാടത്തിൽ പടുത്തുയർത്തിയ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ പ്രേതാലയങ്ങൾ പോലെയായി മാറി. മനുഷ്യൻ എടുത്ത എല്ലാ മുൻകരുതലും അള്ളാഹുവിന്റെ കുൻ എന്ന വാക്കിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകം കണ്ട വലിയൊരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ. അദ്ദേഹം 150 വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. 50ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ഈ 150 വർഷം ജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ സംവിധാനങ്ങൾ, 12ഓളം ഡോക്ടർമാർ സദാ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ചെക്കപ്പുകളും കാര്യങ്ങളും ആരോഗ്യനിലയുമെല്ലാം പരിശോധിച്ച് അദ്ദേഹത്തെ പിന്തുടർന്നു. 15ഓളം ഫിറ്റ്നസ് ട്രെയിനർമാർ അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൃത്യമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. അതുപോലെ തന്നെ ഓക്സിജൻ ചാമ്പറുകളിൽ, തന്റെ ശരീരത്തിന്റെ ആരോഗ്യം പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി ഓക്സിജൻ ചാമ്പറുകളിൽ അദ്ദേഹം കിടന്നുറങ്ങി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം ഫെയിലായാൽ, അതിന്റെ പ്രവർത്തനം നിർത്തിയാൽ, തൽക്ഷണമാ അവയവം സ്വീകരിക്കുന്നതിന് വേണ്ടി ദാതാക്കളെ തയ്യാറാക്കി, ബ്ലഡ് ടെസ്റ്റ് അടക്കം കഴിഞ്ഞ് തയ്യാറാക്കി നിർത്തി. കിഡ്നി പോയാൽ കിഡ്നി കൊടുക്കാൻ ആളുണ്ട്, കരൾ പോയാൽ കരൾ കൊടുക്കാൻ ആളുണ്ട്, ഹൃദയം പോയാൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വരെ തയ്യാറായി നിന്ന ആളുകളുണ്ട്. 50ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ അന്ത്യശ്വാസം വലിക്കുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള വിദഗ്ധരായ വിഷഗ്വരന്മാർ തോറ്റു തുന്നം പാടി. അല്ലാഹു വിജയിച്ചു, പടച്ചറബിന്റെ തീരുമാനം വിജയിച്ചു. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരാൻ നേടിയെടുത്ത പണത്തിനോ സ്വാധീനത്തിനോ സാങ്കേതികതകൾക്കോ സാധിക്കുകയില്ല എന്ന് 1000 വട്ടം ലോകത്തിൽ തെളിയിച്ചവരാണ് മനുഷ്യർ, സ്വന്തം ജീവിതം കൊണ്ട്, സ്വന്തം അനുഭവങ്ങൾ കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടായാലും ഉടമസ്ഥനായ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് കടക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന വലിയ തിരിച്ചറിവാണ് ലോസ് ആഞ്ചലസിൽ നിന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവുകളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് ജീവിതത്തെ ശുദ്ധീകരിക്കാൻ താഴ്മയോടെ, വിനയത്തോടെ, തലതാഴ്ത്തി റബ്ബിന്റെ മുന്നിൽ അടിയറവ് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പറയപ്പെട്ട 3 വിഷയങ്ങൾ, 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുണ്ടാക്കുന്ന രീതിയിൽ ഹൃദയത്തിലേക്ക് എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് പറയുന്നുണ്ട്. ആ ആയത്ത് ശരിക്ക് ഒരുപാട് തവണ നമ്മൾ കേട്ട ആയത്താണ്. എന്താണ് അല്ലാഹു പറയുന്നത്? ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ബുദ്ധിയുണ്ട്, ഹൃദയമുണ്ട്, അവരതുകൊണ്ട് ചിന്തിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്തമാറ്റിക്സ് അറിയില്ല എന്നല്ല, അവർക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ അറിയില്ല എന്നല്ല, അവർക്ക് ഇംഗ്ലീഷും മലയാളമോ അറബി ഉറുദു ഹിന്ദി അറിയില്ല എന്നല്ല. എല്ലാം അറിയാം. സയൻസ് പഠിച്ചവരാണ്, സാമൂഹ്യശാസ്ത്രം പഠിച്ചവരാണ്, ഫിലോസഫി പഠിച്ചവരാണ്, എല്ലാം പഠിച്ചവരാണ്. പക്ഷെ ചിന്തിക്കേണ്ടതെന്തോ ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, മനസ്സിലാക്കേണ്ടതെന്തോ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട്, ആ കണ്ണുകൾ കൊണ്ട് അവരെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവരന്ധന്മാരാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അവർ ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ കാണുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ലോകത്തിൻ്റെ സുന്ദരമായ കാഴ്ചകൾ അവരനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ കാണേണ്ടതെന്തോ കാണേണ്ടതുപോലെ കാണാൻ
അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. വലഹും ആദാൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, അവരതുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങളും ശബ്ദവീചികളും കേൾക്കാത്ത ബധിരന്മാരാണവർ എന്നല്ല അതിൻ്റെ അർത്ഥം. കേൾക്കേണ്ടതുപോലെ കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ പോലീസ് ചമയുന്ന ഒരു രാഷ്ട്രം ഒരു തീയിൻ്റെ മുന്നിൽ അടിയറവ് പറയുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ കണ്ണ് കാണുന്നത് ലോകം കാണുന്ന വസ്തുതകളല്ല, ഒരു മുസ്ലിമിൻ്റെ ചെവി കേൾക്കുന്നത് ലോകം കേൾക്കുന്ന വസ്തുതകളല്ല, ഒരു മുസ്ലിമിൻ്റെ തലച്ചോറ് അവനോട് മന്ത്രിക്കുന്നത് ലോകം മന്ത്രിക്കുന്ന മന്ത്രങ്ങളല്ല. അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ജീവിതത്തെ മാറ്റാനും ഒരു മുസ്ലിമിന് സാധിക്കണം. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. ഭീകരമായ നരകാഗ്നി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി തരുന്നതിൻ്റെ മുമ്പ് പടച്ചറപ്പ് പല അടയാളങ്ങളും കാണിച്ചു തരും. അതെന്തിനു വേണ്ടിയാണെന്നറിയോ? ലഅല്ലഹും യർജിഊൻ. നിങ്ങൾ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, നന്നാവാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാണിച്ചു തരുന്ന അടയാളങ്ങളെ അവഗണിക്കാതിരിക്കുക, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുക, കണ്ണീരോട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഫഫിറൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക. അവൻ മാത്രമാണ് രക്ഷ, അവൻ മാത്രമാണ് അവലംബം, അവൻ മാത്രമാണ് ആശ്രയം, അവനേ നമ്മെ നിരുപാധികം സ്നേഹിക്കുന്നുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുതുബയിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഈ പള്ളിയിൽ നടക്കുന്ന ദാറുൽ ബയ്യിന, ഈ സ്ഥാപനം, ഞങ്ങളുടെ മക്കൾ ഇന്ന് 8ഓളം കുട്ടികൾ ഹിഫ്ള് തുടങ്ങുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും മാസമായിട്ട് ഹിഫ്ള് തുടങ്ങിയിട്ടില്ലേ? ഹിഫ്ള് എന്ന് പറഞ്ഞാൽ ആദ്യം ഖായിദ മുഴുവനായും പഠിക്കേണ്ടതുണ്ട്, തജ്വീദിൻ്റെ നിയമങ്ങൾ മുഴുവനായും പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഖുർആൻ ഏറ്റവും നന്നായി പാരായണം ചെയ്യാൻ അവർ പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന ആ മഹാസമുദ്രത്തിലേക്ക് അവർക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും കൃത്യമായ രീതി. അൽഹംദുലില്ലാ, ഞങ്ങളുടെ മക്കൾ 8ഓളം ആളുകൾ ഖായിദയും നാദറയും പൂർത്തിയാക്കി ഇന്ന് ഈ പള്ളിയിൽ വെച്ച് ഹിഫ്ളിലേക്ക് കടക്കുകയാണ്. നല്ല ആത്മവിശ്വാസമുണ്ട്. 1 വർഷം കൊണ്ടും അതുപോലെ തന്നെ 1 വർഷം തികയുന്നതിൻ്റെ മുന്നേ ഒക്കെ ഹിഫ്ള് പൂർത്തിയാക്കാൻ പറ്റുന്ന നല്ല ബുദ്ധിയുള്ള നല്ല ശേഷിയുള്ള കുട്ടികൾ അവരുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുരുന്നുകൾക്ക് എത്രയും പെട്ടെന്ന് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഹിഫ്ളാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ മക്കളോട് പറയാനുള്ളത്, മക്കളെ, ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ്, ഖുർആൻ മനഃപ്പാഠമാക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും വലിയ കടമ്പ. കാരണം ഖുർആൻ ഒരു മാന്യനായ അതിഥിയാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല. നമ്മളൊരു വീട്ടിലേക്ക് ഒരു 10 ആളെ ക്ഷണിച്ചു എന്ന് വിചാരിക്കുക. അതിൽ വളരെ പ്രമാണിയായ വളരെ മാന്യനായ ഒരാൾ ആ വീട്ടിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നു എന്ന് വിചാരിക്കാം. ആ മനുഷ്യനെ പരിഗണിക്കുന്നതിൽ ചെറിയൊരു വിമുഖത നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കാരണം അയാൾക്കത് സഹിക്കാൻ കഴിയൂല. അയാൾ അത്രയും മാന്യതയുള്ള ആളാണ്. അതേപോലെയാണ് ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തണം, അതിനനുസരിച്ച് അതിനെ പരിഗണിച്ചു കൊണ്ടേയിരിക്കണം. അതല്ലെങ്കിൽ ഖുർആൻ്റെ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, ഇതൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ പല ആയത്തുകളും നമ്മൾ മറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഹിഫ്ള് തുടങ്ങുന്ന മക്കളോട്, കുരുന്നുകളോട് പറയാനുള്ളത്, ഖുർആനികളായി നിങ്ങൾ മാറുക, ഖുർആനിൻ്റെ ജീവിതങ്ങളായി നിങ്ങൾ മാറുക. ഇൻഷാ അല്ലാഹ് ഇവിടെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ കുട്ടികളുടെ അവർ ഹിഫ്ളിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ അബ്ദുറഹീം ഉസ്താദ് അവർക്ക് അവരുടെ ഓത്ത് കേൾക്കുകയും അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നിൽക്കുന്നെങ്കിൽ നിൽക്കാം, സമയമുണ്ടെങ്കിൽ നിർബന്ധമില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെ ഇനിയും ഉയരങ്ങളിൽ എത്തിക്കട്ടെ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ സുന്ദരമായ ആശയം ലോകത്തിൻ്റെ നെറുകയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉജ്ജ്വല പ്രബോധകരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.